നമസ്കാരം. റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം. ന്യൂ ചണ്ഡീഗഡിൽ നടക്കുന്ന വൺ ഓഫ് ടെസ്റ്റിൽ ആദ്യ സെഷനിൽ ടീം ഇന്ത്യ പിടിമുറുക്കിയിരിക്കുന്നു. ഒരേ ഒരു വിക്കറ്റ് മാത്രമാണ് ലഞ്ചിൻ്റെ സമയത്ത് നമുക്ക് നഷ്ടമായിരിക്കുന്നത്. ടോസ് ലഭിച്ച ടീം ഇന്ത്യ ബാറ്റ് ചെയ്യാൻ വേണ്ടി തീരുമാനിക്കുകയായിരുന്നു. മനോജ് സുഥാറിന് ഇതാ ഡെബ്യൂവിനുള്ള അവസരം കൊടുത്തിരിക്കുന്നു. ഇന്ത്യയുടെ പ്ലേയിങ് 11 ജയ്സ്വാൾ, രാഹുൽ, സായ് സുദർശൻ, ഗില്ല്, പന്ത്, ജുറൽ, സുന്ദർ, സുഥാർ, കുൽദീപ്, സിറാജ്, പ്രസിദ്ധ് കൃഷ്ണ. അങ്ങനെ നമുക്ക് ഒരേ ഒരു വിക്കറ്റ് മാത്രം, യശസ്വി ജയ്സ്വാളിൻ്റെ വിക്കറ്റ് മാത്രമാണ് നഷ്ടമായിരിക്കുന്നത്. ക്രീസിൽ സായ് സുദർശനും അതുപോലെ KL രാഹുലുമുണ്ട്. KL രാഹുൽ ഫസ്റ്റ് ക്ലാസ് ക്രിക്കറ്റിൽ 9000 റൺസ് പിന്നിട്ടുകൊണ്ട് മുന്നോട്ട് പോകുന്ന കാഴ്ചയും നമ്മളിപ്പോൾ കണ്ടു. ഏതായാലും ആദ്യ സെഷൻ അവസാനിക്കുമ്പോൾ 25 ഓവറിൽ ഒരു വിക്കറ്റിന് 96 റൺസ് എന്ന രൂപത്തിൽ മികച്ച തുടക്കമാണ് ടീം ഇന്ത്യ ഇട്ടിരിക്കുന്നത്. യശസ്വി ജയ്സ്വാളും KL രാഹുലും ചേർന്നുള്ള ഓപ്പണിംഗ് കൂട്ടുകെട്ട് അത് നല്ല രൂപത്തിൽ തന്നെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. പക്ഷേ 12ാമത്തെ ഓവറിലാണ് യശസ്വി ജയ്സ്വാളിന് പിഴച്ചത്. മുഹമ്മദ് സലീമിൻ്റെ ആദ്യ വിക്കറ്റ്, അദ്ദേഹത്തിൻ്റെ ടെസ്റ്റ് കരിയറിലെ ആദ്യ വിക്കറ്റ്, ഒരു ഫെദർ എഡ്ജ്, നേരെ അഫ്സർ റസായിയുടെ കൈകളിലേക്ക് എത്തി. 32 പന്തിൽ 24 റൺസ്, 5 ഫോറുകളുടെ സഹായത്തോടെ നല്ല രൂപത്തിൽ പോയിക്കൊണ്ടിരിക്കവേ യശസ്വി ജയ്സ്വാളിൻ്റെ വിക്കറ്റ് നഷ്ടമായി. ആ ഒരു ഘട്ടത്തിൽ ഇന്ത്യ സ്കോർ ബോർഡിൽ 41 റൺസായിരുന്നു. പിന്നെ സായ് സുദർശൻ KL രാഹുലിന് കൂട്ടെത്തി. രണ്ടുപേരും ചേർന്നുകൊണ്ട് മികച്ച രൂപത്തിൽ തന്നെ ആ സെഷൻ അവസാനിപ്പിച്ചിട്ടുണ്ട്. 70 പന്തിൽ 5 ഫോറുകളുടെ സഹായത്തോടെ 37 റൺസുമായിട്ട് KL രാഹുലും, 49 പന്തിൽ 6 ഫോറുകളുടെ സഹായത്തോടെ 32 റൺസുമായിട്ട് സായ് സുദർശനും ക്രീസിലുണ്ട്. അപ്പോൾ 25 ഓവറാണ് ആദ്യ സെഷനിൽ എറിഞ്ഞത്. 96 റൺസ് ടീം ഇന്ത്യ എടുത്തിട്ടുണ്ട്. ഈ രണ്ടാം സെഷൻ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് ഒരു വലിയ സ്കോറിലേക്ക് പോവേണ്ട ആ മൊമെൻറ്റം ഉണ്ടാക്കേണ്ടത് രണ്ടാം സെഷനിലാണ്. അതിന് സാധിക്കുമെന്ന പ്രതീക്ഷയോടുകൂടി ആരാധകർ കാത്തിരിക്കുന്നു. വീഡിയോ അവസാനിക്കുന്നു. ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോ എത്താം.